നമസ്കാരം. ഉത്തര കന്നഡയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്തുക എന്നത് സമാനതകളില്ലാത്ത ദൗത്യമായി മാറിയിരിക്കുകയാണ്. 12ാം ദിവസവും അർജുൻ എവിടെയെന്നതിന് ഉത്തരമില്ല. അർജുനെ കണ്ടെത്താൻ എല്ലാ വഴികളും തേടുകയാണ്. ഇതിനായി മാൽപേ സംഘവും തിരച്ചിലിനിറങ്ങുന്നു. മത്സ്യത്തൊഴിലാളികളുടെ 8-അംഗ സംഘം ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തും. ഇവർ പുഴയിലേക്ക് ഇറങ്ങും. മത്സ്യത്തൊഴിലാളികളുടെ ഈശ്വർ മാൽപേ സംഘം ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. സമാന സാഹചര്യങ്ങളിൽ നേരത്തെയും പ്രവർത്തിച്ചിട്ടുള്ള സംഘമാണ് ഇത്. അടിയൊഴുക്കുള്ള പുഴയിൽ ഇറങ്ങി പരിചയമുള്ളവരാണ് സംഘത്തിൽ ഉള്ളവർ. നിരവധി പേരെ ഇവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും എടുത്തിട്ടുമുണ്ട്. ഉടുപ്പി ജില്ലയിലാണ് മാൽപേ. 100 അടി വരെ താഴ്ചയിൽ ഡൈവ് ചെയ്യാനാകുമെന്നും കർണാടകയിൽ തന്നെ ഇതുവരെ 1000-ഓളം പേരെ ഇങ്ങനെ കണ്ടെടുത്തിട്ടുണ്ട് എന്നും സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന ഈശ്വർ മാൽപേ പറഞ്ഞു. വാഹനമുണ്ട് എന്ന് കരുതപ്പെടുന്ന പോയിന്റിലെത്തിയാൽ 3 ഹാങ്കറുകൾ ഇട്ട ശേഷം കയറിൽ പിടിച്ചാണ് താഴോട്ട് പോയി പരിശോധിക്കുക. അതേസമയം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അർജുനായി തെരച്ചിൽ നടത്തുമെന്നാണ് സ്ഥലത്തെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പൊന്റൂൺ ബ്രിഡ്ജുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താൻ നേരത്തെ തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി. രാജസ്ഥാനിൽ നിന്ന് സാങ്കേതിക സംഘം ഇന്ന് എത്തുന്നുമുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നടത്താൻ രാജ്യത്തെ ഏതെങ്കിലും സ്ഥലത്തെ നേവൽ സംഘത്തിന് കഴിയുമെങ്കിൽ അവരെ കൊണ്ടുവരണം. യോഗ തീരുമാനങ്ങൾ നടപ്പിലാകണം. അക്കാര്യം ഇന്നലത്തെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി. നദിയിലെ അടിയൊഴുക്ക് ഇന്നലെ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിലായിരുന്നു. 2 മുതൽ 3 നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാൻ നാവികസേനാ സംഘം സന്നദ്ധരുമാണ്. 3.5 നോട്ട്സ് അതായത് മണിക്കൂറിൽ 6.4 കിലോമീറ്റർ വേഗം ആണ് എങ്കിലും പരിശോധനയ്ക്ക് തയ്യാറായേക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പുഴയിലിറങ്ങുന്നത് അപകടമാണ്. ജില്ലാ ഭരണകൂടം പുഴ പരിചയമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടിയത് ഈ സാഹചര്യത്തിലാണ്. നദിയിലെ ഒഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ തിരച്ചിൽ വിഫലമായി. ഇന്നും അടിയൊഴുക്ക് അതിശക്തം. അർജുന്റെ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഒഴുക്ക് ശക്തമായതിനാൽ വലിയ ചങ്ങാടങ്ങൾ പുഴയ്ക്ക് മധ്യത്തിൽ സ്ഥാപിച്ച ശേഷം തിരച്ചിൽ നടത്താനാണ് ആലോചിക്കുന്നത്. സൈന്യത്തിന്റെ കൂടുതൽ സേവനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് നൽകിയിരുന്നു. കൂടുതൽ സംവിധാനങ്ങൾ ഇന്ന് എത്തിക്കുന്നുമുണ്ട്. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഇന്നലെ നടത്തിയ തെർമൽ സ്കാനിങ്ങിലും സാധിച്ചിരുന്നില്ല. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സംഘം ഇവിടെ പരിശോധന തുടരുകയുമാണ്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടത്. കുന്നിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണ 20,000 ടൺ മണ്ണ് ഇതുവരെ നീക്കി. എന്നിട്ടും അർജുൻ എവിടെയെന്നതിന് ഉത്തരമായിട്ടില്ല. ദൗത്യം തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം അധികൃതരെ അറിയിച്ചു കഴിഞ്ഞു. കർണാടക പൂർണ്ണ സഹകരണം ഉറപ്പാക്കിയിട്ടുമുണ്ട്. ദൗത്യം പൂർത്തിയാകും വരെ ഇവിടെ തുടരാൻ കാർവാർ MLAയോട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൊച്ചി പനവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോലയ്ക്ക് സമീപം ശിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. 16-ന് രാവിലെ 8:30യോടുകൂടിയായിരുന്നു അപകടം. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ.